ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നാട്ടിൽ പോകാൻ ഗൈസ്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യണതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ അതിയായ വഴക്കിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഡിവോഴ്സ് ആവുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചു, പക്ഷേ ഇല്ല. എൻ്റെ വീഡിയോ എടുക്കുന്നത് എൻ്റെ സ്വന്തം ഭർത്താവാണ്. അപ്പോൾ അല്ല, ഞങ്ങൾക്ക് ഭയങ്കര തിരക്കായതുകൊണ്ടാണ് നമുക്ക് പാക്ക് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റാണ്ടിരുന്നത്. പിന്നെ നല്ല തല്ലു വരുന്നു. എന്ത് ചെയ്യാനാ. അപ്പോൾ നമ്മളുടെ നാവ് ശരിയല്ല. ഫ്ലൈറ്റ് വരുന്നത് ദുബായിൽ നിന്നാണ്, ദുബായ് ടു കാലിക്കട്ട്. നമ്മൾ 3:40 രാവിലെ 3:40 ഇപ്പോൾ നമ്മൾ ഏകദേശം 12 മണിയാവാനായി ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ കാണാം. 11:30 ആയിട്ടുള്ളൂ, 11:34 അത്ര ആയിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ശരി. നമ്മൾ ഏകദേശം എയർപോർട്ട് എത്തി ഗൈസ്. ഇവിടുന്ന് വളഞ്ഞ് ചുറ്റി അങ്ങോട്ട് എത്തണം. ഏകദേശം അവിടെ എത്താനായി ഗൈസ്. അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. കുട്ടിക്ക് വിഷമാണ് ഗൈസ് ഞാൻ പോകുന്നതിനെ പറ്റിയിട്ട്. വിഷമല്ലേ? പറയേ, ശരിക്കുള്ളത് പറയേ. ആ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ ഊഹിച്ച് പൂരിപ്പിച്ചോളൂ. സാലട കുട്ടാ, ഞാൻ വേഗം വരില്ലേ. നമ്മൾ എയർപോർട്ട് എത്തി ഗൈസ്. ഈ 2 പെട്ടി മാത്രമേ ഉള്ളൂ. ടെർമിനൽ 1 എന്നാണ്. അസിസ്റ്റൻറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ദുബായ് എയർപോർട്ടിൽ വരുന്നത് ഗൈസ്. എനിക്കറിയാൻ പാടില്ല ഗൈസ്, ഞാൻ എങ്ങോട്ടോ പോകുന്നുണ്ട്. കയറുന്നു ഇറങ്ങുന്നു എങ്ങോട്ടോ എത്തുമെന്ന് വിചാരിക്കുന്നു. എനിക്കറിയാൻ പാടില്ല. മെട്രോ വരുന്ന സ്ഥലമാണല്ലേ. അവിടെ എത്തി ഗൈസ്. മെട്രോയിൽ കയറി. എനിക്കറിയാൻ പാടില്ല, ഞാൻ അത് കറക്റ്റ് മെട്രോയിലാണോ കയറിയത്. എനിക്ക് അറിയാൻ പാടില്ല. വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങുമോ, എനിക്കറിയാൻ പാടില്ല. എൻ്റെ ഗേറ്റ് നമ്പർ കാണിക്കുന്നത് 2:10 അതിൽ സമയം 12:15. ശരി, ഞാൻ എന്ത് ചെയ്യും? നേരത്തെ കയറി പോരുകയും ചെയ്തു. കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിരിക്കും അല്ലേ. ഡ്രസ്സ് എങ്ങനെയാണ്? അതിൽ ST054 കോഴിക്കോടാണ്. 2:10 ഗൈസ്. മെട്രോ കഴിഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോമിലെത്തും. ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവും, ലിഫ്റ്റും ഇതൊക്കെ ഉണ്ടാവും. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വരിക. അറിയാത്തവർ ഇന്ന പോലെ ഏതൊരു വണ്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻ ഉണ്ടാവും. ഇതിൽ ടൈം എഴുതിയിട്ടുണ്ടാവും. ഇത് 2:10 എൻ്റെ കാണിക്കുള്ളൂ. ചിലതൊക്കെ ഓൾറെഡി കാണിക്കുന്നുണ്ട്. നമുക്കിതുവരെ എന്ത് ചെയ്യാം, ഇങ്ങനെ നടക്കാം. ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ നിന്നൊന്നും ഞാൻ മേടിക്കുന്നില്ല. എന്തിനാ വെറുതെ പിന്നെ നോക്കിയിട്ട്. ഇവിടെ ഒരുവിധം കുറേ മലയാളികളൊക്കെ കാണാനുണ്ട്, പക്ഷെ നമുക്ക് ജാടിയിട്ട് നിൽക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുക. എന്തായാലും ഇഷ്ടംപോലെ സമയമുണ്ട്. ഞാനിവിടെ ഒരു സ്ഥലത്ത് ഇരുന്ന് ഗൈസ്. ഇവിടെ ബാക്കിൽ കാണുന്ന കണക്ഷൻ ഫ്ലൈറ്റിൻ്റെ ഇതാ തോന്നുന്നുണ്ട്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഞാൻ ആദ്യം കയറി വന്നപ്പോൾ ഇത് കണക്ഷൻ ഫ്ലൈറ്റിൻ്റെ ഏരിയ ആണോ എന്ന്. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് വിശേഷം? ഞാൻ ജസ്റ്റ് ഒറ്റ വീക്കിനായിട്ടാണ് വന്നിരിക്കണതല്ല, ഒരാഴ്ചക്കായിട്ടാണ് ഞാൻ പോണത്. പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു.
അങ്ങനെ പ്ലാൻ ചെയ്ത് ഇതിപ്പോൾ ഓണത്തിൻ്റെ സമയമാണ്. പക്ഷേ ഓണം എന്നുള്ള വിചാരിച്ചിട്ടൊന്നുമല്ല, അച്ഛനും അമ്മയും കാണാൻ വേണ്ടി ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ്. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ വിചാരിച്ചു പെട്ടെന്ന് എടുത്ത് ഒറ്റ ദിവസം കൊണ്ടെടുത്ത തീരുമാനം, എന്നാൽ ശരി പോയേക്കാന്ന്. ആക്ച്വലി എനിക്ക് ലീവില്ല, പിന്നെ ഒരാഴ്ചത്തെ ലീവൊക്കെ ചോദിച്ച് എനിക്ക് നാട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ഇവർ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം, സർപ്രൈസായിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആരോടും പറയാണ്ട് സർപ്രൈസായിട്ട് പോകണം. അപ്പോൾ അവർക്ക് എന്നെ കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷമൊക്കെ എനിക്ക് മനസ്സിലാവണം എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ആദ്യം പറഞ്ഞത് ഏട്ടൻ്റെ അമ്മോട് പറഞ്ഞു. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ സർപ്രൈസ് വർക്കൗട്ട് ആവില്ല. അവിടെ സർപ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തെറ്റും. എല്ലാവരും എൻ്റെ ഏട്ടൻ കഴിഞ്ഞ തവണ സർപ്രൈസായിട്ട് പോയിട്ട് അവരെല്ലാവരും തെറ്റി. ഞങ്ങളവിടെ പറഞ്ഞു. അമ്മോട് ആദ്യം പറഞ്ഞു, അമ്മോട് മാത്രം പറഞ്ഞു. പിന്നെ അച്ഛനോടും പറഞ്ഞു. അവിടെ ചേച്ചിയുടെ മക്കളുണ്ട്, ചേച്ചിയുടെ മക്കളോട് പറഞ്ഞില്ല. പക്ഷേ അവർ അറിഞ്ഞു, ഏകദേശം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നു. എന്നാ വരികയെന്നൊന്നും അറിയില്ല, പക്ഷെ അവർക്ക് അറിയാം ഞാൻ വരുന്നുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ നാളെ അവർ വരുന്നുണ്ട്, ഐ തിങ്ക് വരുന്നുണ്ട്, പിക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ എന്താ കോഴിക്കോട് ബീച്ചിൽ കാണാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കണത്. അപ്പോൾ അവരുണ്ടാവും. പിന്നെ എൻ്റെ അച്ഛനോടും അമ്മോടും ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, കാരണം രണ്ടുപേർക്കും BP ഒക്കെ ഉള്ളതാണ്, പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തിനാ വെറുതെ നമ്മൾ റിസ്ക് എടുക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ സർപ്രൈസ് കൊടുക്കുന്ന സമയത്ത് നോക്കി കണ്ടൊക്കെ സർപ്രൈസ് കൊടുക്കുക. ഞങ്ങൾ ഒന്നും കൂടി ഇരുത്തി ചിന്തിച്ചപ്പോൾ വേണ്ട പറഞ്ഞേക്കാം. അവർ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് രണ്ടുപേരും. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് രണ്ടുപേരും. പിന്നെ ഞാൻ മാത്രമല്ല, അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചേച്ചിയുണ്ട്. കാരണം പക്ഷെ അവൾ ഈ ഫ്ലൈറ്റിലല്ല, അവൾ എമിറേറ്റ്സിലാണ്. അവർ കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ മുൻകൂട്ടി അവർ നേരത്തെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുമിച്ച് ഒരു ഫ്ലൈറ്റിൽ നിന്ന് വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് അവരുടെ ഇല്ലേനും ഇല്ലേന്നല്ല, അവരുടെ നല്ല റേറ്റ്. നമുക്ക് ബുക്കിൽ ഒതുങ്ങാവുന്ന സ്പൈസ് ജെറ്റായിരുന്നു. ഞാൻ സ്പൈസ് ജെറ്റിലാണ് പോകുന്നത്. അപ്പോൾ അതിൽ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, എനിക്കത് നാണമില്ലേ ഫോൺ പിടിച്ചുകൊണ്ടിരുന്ന് വർത്താനം പറയുക. ആൾക്കാരെ കാണുമ്പോൾ എന്തോ വിചാരിക്കണമോ, എന്ത് വിചാരിക്കാല്ലേ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. 2 മണി വരെ എന്തോ ചെയ്യുന്ന ഞാൻ ആലോചിക്കണം. ആരെങ്കിലും കമ്പനിക്ക് പോലും ഇല്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതിന് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ അങ്ങോട്ട് വന്ന് എന്തെങ്കിലും കാണുവാണെങ്കിലും കാണാത്ത ഭാവത്തിൽ നടക്കാമല്ലോ, ഒന്നും പേടിക്കുന്നില്ല. അത്യാവശ്യം ഞാൻ ഒരു സാധനം മേടിക്കാണ്ടാണ് ഞാൻ വരിക എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു തോൾ ബാഗും മാത്രം എടുത്തിട്ട് വരിക എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വെറും 5 കിലോ 7 കിലോ കൊണ്ടാണ് വിചാരിച്ചിരുന്നത്. ഞാൻ ഇപ്പം 30 കിലോ സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് മാത്രം എന്താ സാധനമെന്ന്. അല്ല, അതിന് മാത്രം സാധനം കൊണ്ടുവരുന്നുണ്ടോ എന്ന് വിചാരിക്കും. പക്ഷേ ഇല്ല, ഒന്നുമില്ല. പക്ഷെ എന്നാൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് 30 കിലോ ഉണ്ട് എന്തായാലും. ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, ഫുഡിൻ്റെയൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. ഇത് വീഡിയോ എടുത്ത് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് അകത്തിടുമോ? ഞങ്ങൾ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ് ഗൈസ്. കാണാം. मदद से अपनी कुर्सी पर बैठ जाए। साथ लाए सामान को सामने वाली कुर्सी के नीचे या अपनी सीट के ऊपर बने और വിൻഡോ സീറ്റ് കിട്ടി. എനിക്കറിയാം കഴിഞ്ഞ തണുത്ത വിഷമോട് മാറി കിട്ടി. എനിക്ക് എന്തൊക്കെയാ പോകുന്നത്, 2ൻ്റെ പൊട്ടി എന്തുണ്ട് കിടക്കുന്ന എൻ്റെ ലഗേജ് ഏറ്റവും ലാസ്റ്റ് 5-ന്
ഇങ്ങനത്തെ കോലായിരുന്നില്ല. നീ കാണുന്നല്ല കിട്ടിക്കഴിഞ്ഞാൽ പോവാം. ഫ്ലൈറ്റ് ഇപ്പം എടുക്കും ഗൈസ്. നീങ്ങി പോകുന്നുണ്ട്. ഉറക്കം വന്നിട്ട് കണ്ണ് വന്ന് ഉണ്ടായിക്കണ്. നല്ല വിശപ്പുണ്ട്. ഫ്ലൈറ്റ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ സ്നാക്കായിട്ട് ഒരു സാൻഡ്വിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വിശപ്പിൻ്റെ അസുഖം അതുകൊണ്ട് ഞാൻ പ്രീ ബുക്ക് ചെയ്തു. ഇപ്പോൾ ഇതിന് 9 തറോ അങ്ങനെ എന്തോ ആയിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വിശപ്പുള്ളതുകൊണ്ട് ഞാൻ അപ്പം തന്നെ തുറന്ന് കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു. എൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. തരക്കേടില്ല. പിന്നെ ആ ഒരു വിശപ്പിൻ്റെ പുറത്ത് കഴിച്ചു എന്ന് മാത്രം. ഒരു സാൻഡ്വിച്ചിൻ്റെ ഒരു ഫ്ലേവറൊന്നുമില്ല. ഒരു ബ്രെഡിനും ഒരു ഭയങ്കര ഒരു സോഫ്റ്റ്നെസ്സൊന്നും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ചിക്കൻ സാൻഡ്വിച്ചാണ് പറഞ്ഞത്. പക്ഷേ ചിക്കൻ ഉണ്ടായിരുന്നെന്ന് എനിക്ക് ബലമായ സംശയമാണ്. മനസ്സിലായത് മുടിയിൽ കുറച്ച് കലാവിരുദ്ധം ചെയ്തു. അതിൻ്റെ ഷോയാണ് ഞങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ സ്നാക്സ് ഒക്കെ ഉള്ളായിരുന്നു. കുഴപ്പമില്ല. ഒരുപാടൊന്നും പറയുന്നില്ല. പോയിട്ട് കടന്നു പോകും. ഗുഡ് മോർണിംഗ് ഗൈസ്. ലാൻഡ് ചെയ്യാനായിട്ടുണ്ട്. സോ ബ്യൂട്ടിഫുൾ. ഇപ്പോൾ ഒരു 3-4 മണിക്കൂറിന് ശേഷം നമ്മൾ എയർപോർട്ടിൽ എത്താനായി. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് വേറൊരു കുട്ടറ സൗണ്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് ആൾ. ഞങ്ങളവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ ഓൾറെഡി അവിടെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആൾ പിന്നെയാണ് വന്നത്. ടിക് 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 3 സെക്കൻഡുള്ളിൽ ഞങ്ങൾ ഭയങ്കര കട്ട ചങ്ക്സായി. അടിപൊളി ഒരു ഫ്രണ്ടിനെ കിട്ടി. ഞാൻ പെട്ടെന്ന് നമ്മൾ ഭയങ്കര ഒരേ വൈബായിരുന്നു. അപ്പോൾ ആളിനൊക്കെ ഇനി മീറ്റ് ചെയ്യണം. നമ്മൾ നാട്ടിൽ ചെന്നിട്ട് ആളും ഞങ്ങളുടെ അതേ നാട്ടുകാരി തന്നെ ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടുകാരിയായിരുന്നു. വീട്ടിലോട്ട് പോവുകയാണ് ഗായ്സ്. നമ്മുടെ നാട് പൊന്നാനി എത്തിയോ? പോവുകയാണ് ശേഷം വീട്ടിലെത്തിയതിന് ശേഷം എല്ലാരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, എത്തിയിട്ടില്ല. നമ്മള് നമ്മുടെ സ്റ്റോപ്പിലെത്തി. എവിടെയാണ് ഈ സ്ഥലം? സ്റ്റോപ്പിന്റെ പേര് ചമ്പ്രാട്ട് ജംഗ്ഷൻ. ഇതാണ് ഇതുവഴിയാണ് നമ്മള് വീട്ടിലോട്ട് പോകുന്നത്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങള് വന്ന തിരക്കായിരുന്നു. പൊട്ടിക്കലും ഇടയ്ക്ക്. ഇത് കഴിഞ്ഞ് ഞാൻ ഫ്രഷായി ഫുഡ് കഴിച്ചു. ഇതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഞാൻ ഉള്ളത്
എൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ നാളെയാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അത് അടുത്ത വീഡിയോ. ഓക്കെ, അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ദിവസം ഡേ ഇൻ മൈ ലൈഫും വടയിറ്റിൻ്റെയും ഒന്ന് ശ്രമിക്കണം. ഓക്കെ.